കീം 2024 എഞ്ചിനീയറിംഗിൻ്റെയും ഫാർമസിയുടെയും നോർമലൈസ്ഡ് മാർക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ പേഴ്സണലിൽ നിങ്ങൾ കാണാൻ സാധിച്ചിട്ടുണ്ടാവും. ഈ 30-ാം തീയതി വരെ ഇനി നിങ്ങളതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കേണ്ട സമയമാണ്. നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് എന്നീ വിഷയങ്ങളിൽ സെക്കൻഡിൽ ലഭിച്ചിരിക്കുന്ന മാർക്കുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട സമയമാണ് ഇപ്പോൾ. അപ്പോൾ നിങ്ങൾ അതിനു വേണ്ടി ചെയ്യേണ്ടത്, നിങ്ങളുടെ കാൻഡിഡേറ്റ് പാനൽ ഓപ്പൺ ചെയ്യുക. യൂസർ ID പാസ്വേഡ് കൊടുക്കുന്ന സമയത്ത് അവിടെ നിങ്ങൾ നേരത്തെ കൊടുത്തിരിക്കുന്ന മാർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വിസിബിൾ ആവും. ആ വിസിബിൾ ആവുന്ന സമയത്ത് അതിലെന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. കറക്ഷൻസ് ഉള്ള ആളുകൾ, ഇതുവരെ മാർക്ക് അപ്ലോഡ് ചെയ്യാത്ത ആളുകൾക്ക് മാർക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. അത്തരം ആളുകൾ നല്ല ക്ലിയർ ഉള്ള ഒരു PDF ആയിട്ട് ആ മാർക്ക് ഷീറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. നിലവിൽ അതേ മാർക്ക് തന്നെയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ സബ്മിറ്റ് ഓപ്ഷൻസ് ഉണ്ടാവും. അങ്ങനെ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് സബ്മിറ്റ് ചെയ്തു എന്നുള്ള വേറൊരു PDF നിങ്ങൾക്ക് ജനറേറ്റ് ആവും. ആ PDF ജനറേറ്റ് ആയി എന്നെന്ത് ചെയ്യുക, ഉറപ്പ് വരുത്തുക. കാരണം നിങ്ങളുടെ റാങ്ക് പബ്ലിഷ് ചെയ്യുന്നതിൻ്റെ മുന്നോടിയായിട്ടുള്ള സ്റ്റെപ്പാണിത്. റാങ്ക് പബ്ലിഷ് ചെയ്യുന്നത് നിങ്ങളുടെ നോർമലൈസ്ഡ് മാർക്കും +2 സെക്കൻഡിലുള്ള ഫിസിക്സും കെമിസ്ട്രിയും മാത്തമാറ്റിക്സിൻ്റെയും മാർക്ക് അനുസരിച്ചായിരിക്കും. കെമിസ്ട്രി പഠിക്കാത്ത ആളുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിൻ്റെയോ അല്ലെങ്കിൽ അതായിട്ട് ബന്ധപ്പെട്ട മറ്റ് സബ്ജക്റ്റുകളുടെ മാർക്കുകൾ അതിനു വേണ്ടി പരിഗണിക്കുന്നതാണ് പ്രോസ്പെക്സിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ വിട്ടുപോയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകും. നിങ്ങൾ പരീക്ഷ എഴുതിയിട്ടുണ്ടാവും, ഇത് നിങ്ങളുടെ മാർക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ടാകും. പക്ഷേ നിങ്ങൾക്ക് ഇവിടുന്ന് അങ്ങോട്ട് വരുന്ന റാങ്ക് ലിസ്റ്റ് നിങ്ങൾ ഉൾപ്പെടില്ല. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടില്ലെങ്കിൽ എന്താ പ്രശ്നം? സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് കേരളത്തിലെ എയ്ഡഡ് അല്ലെങ്കിൽ കീം നടത്തുന്ന രീതിയിലുള്ള എഞ്ചിനീയറിങ്ങിനോ അല്ലെങ്കിൽ ഫാർമസിക്കോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഇവിടെ വളരെ നിങ്ങൾ ശ്രദ്ധിക്കുക. 30-ാം തീയതി വരെ മാത്രമാണ് സമയമുള്ളത്. അതുകൊണ്ട് തന്നെ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ ഷെയർ ചെയ്യുക. ഒരു പക്ഷേ ഈ ഒരു പാർട്ട് മിസ്സായി കഴിഞ്ഞാൽ വലിയ രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്തതും പഠിച്ചതും എല്ലാം വേസ്റ്റായി പോകുന്നൊരവസ്ഥയുണ്ടാകും. അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കളെ അറിയിക്കാനും കൂടെ ശ്രദ്ധിക്കുക. ഇതേപോലുള്ള അപ്ഡേഷൻസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.